ശ്രീ എ സുരേഷ്, വി എസ് അച്യുതാനന്ദന്റെ ദീർഘകാല സഹയാത്രികൻ, ഇടത് സഹയാത്രികൻ എന്ന നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ സ്വയം അടയാളപ്പെടുത്തിയിരുന്നയാൾ ഇപ്പോൾ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുമോ അതോ സ്വതന്ത്രരായി മത്സരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സുരേഷ്, സ്വാഗതം. എന്താണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട്? അത് പൂർണ്ണമായും പ്രതിഫലിക്കുന്ന ഇടങ്ങൾ താങ്കൾ മനസ്സിലാക്കുന്നുമുണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങ് മലമ്പുഴയിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനവുമായിരിക്കുന്നുവല്ലോ. അല്ല, എന്തുകൊണ്ടുവന്ന് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ലാതായിരിക്കുകയാണ്. കാരണം ഞാനൊരു 2013 മെയ് മാസത്തിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള 3 ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതിനുശേഷം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് അപ്പീലുകൾ കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു ഈ കാലമത്രയും. സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ബോധ്യമാവാത്ത ഒരു ഘട്ടമാണ് ഈ കഴിഞ്ഞ 13 കൊല്ലവും കടന്നുപോയത്. തിരിച്ചെടുക്കാതായപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പല ഓപ്ഷൻസും ആളുകളും എന്നെ സമീപിച്ചിരുന്നു പല ഘട്ടങ്ങളിലായി. ഞാൻ എല്ലാ ആളുകളോടും എല്ലാ അത്തരത്തിലുള്ള സംവിധാനങ്ങളോടും ഞാൻ നോ പറഞ്ഞിട്ടാണ് ഇതുവരെ നിന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ UDFൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചിരുന്നുള്ള വസ്തുതയാണ്. പല കാര്യങ്ങളും പല രൂപത്തിൽ പല ധാരണയിൽ അവർ സംസാരിച്ചു. അതിനൊക്കെ ഞാൻ സമ്മതം മൂളി സംസാരിച്ചില്ല, നോക്കട്ടെ ആലോചിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അവർ മലമ്പുഴയിൽ മത്സരിക്കാമോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ ആദ്യം നിരസിക്കുകയാണ് ചെയ്തത്, ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇന്നലെയാണ് KPCC ജാഥ, UDFൻ്റെ ജാഥ, ആ ജാഥയുടെ ക്യാപ്റ്റനായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ട് വിളിച്ച് സുരേഷിൻ്റെ സാന്നിധ്യം പുതുയുഗ യാത്രയ്ക്ക് സന്തോഷകരമാവുമെന്നും താങ്കൾ പാലക്കാട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്വീകരണ കേന്ദ്രത്തിൽ ഉണ്ടാവണമെന്നും എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ അപ്പോഴും ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അതാണ് ഇത്രയും കാര്യങ്ങളാണ് വസ്തുതയായിട്ടുള്ളത്. ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. അല്ല, ജാഥ നാളെയും കൂടി ഉണ്ട്. ഞാൻ ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. നാളെ മിക്കവാറും ഞാൻ ജാഥയിൽ പങ്കെടുക്കുന്നതായിരിക്കും. ശ്രീ എ സുരേഷ്, നോക്കൂ, ഇതിപ്പോ ജാഥ ക്യാപ്റ്റനായ VD സതീശന്റെ വെറുമൊരു സന്തോഷമല്ല, അതിനപ്പുറത്തേക്ക് അത് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം എന്ന നിലയ്ക്ക് തന്നെ UDF കൈക്കൊള്ളും, UDF അത് ആഘോഷിക്കും എന്നങ്ങ് തിരിച്ചറിയുന്നില്ലേ? സ്വാഭാവികമായും അങ്ങ് അതിന്റെ ഭാഗമാവുകയല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഇടതുപക്ഷ മനസ്സുള്ള ഒരാളാണ്. അത് അന്നും ഇന്നും ആ ഇടതുപക്ഷ മനസ്സ് ഞാൻ കൈമോശം പോയിട്ടില്ലാതെ കാത്തു സൂക്ഷിക്കും. അതിൽ യാതൊരു തർക്കവും വേണ്ട. UDFൻ്റെ സ്വതന്ത്രമായിട്ട് ഞാൻ സ്വതന്ത്രമായി നിന്നാൽ UDF പിന്തുണയ്ക്കുമെന്ന് പോലും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇടതുപക്ഷ മനസ്സ് ഒരിക്കലും മാറിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ ഈ പാർട്ടി സംവിധാനം, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിലാണ് ഞാനും. ഈ പാർട്ടിയുടെ മൂല്യച്യുതി സംഭവിച്ചാൽ കേരളത്തിന് ഈ പാർട്ടി ആവശ്യമുണ്ട്. ആ പാർട്ടിയിലെ മൂല്യച്യുതി സംഭവിച്ചാൽ പണ്ട് MN വിജയൻ പറഞ്ഞതുപോലെ പാർട്ടി ഉണ്ടാവും, പക്ഷേ കൂടെ ജനങ്ങളുണ്ടാവില്ല. സച്ചിദാനന്ദൻ മാഷു ആകുലപ്പെട്ടതുപോലെ അങ്ങനെ ഒരുപാട് ആളുകൾ ഈ പാർട്ടിയുടെ ഈ വലതുപക്ഷ വ്യതിയാനത്തോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൂല്യച്യുതികളോട് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അത്തരം ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. സുരേഷ്, നോക്കൂ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ VS അച്യുതാനന്ദന്റെ സഹയാത്രികൻ, ഏത് സമയത്തും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, നിഴൽ പോലെ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതം തുടങ്ങിയ കാലം മുതൽ അങ്ങയെ കാണുന്നത്, അങ്ങയെ അറിയുന്നത്. കേരള രാഷ്ട്രീയവും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ആ നിലയ്ക്ക് മലമ്പുഴയിൽ VS ഓർമ്മയായതിനു ശേഷമുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇടത് ആശയഗതിയുള്ളവർ അങ്ങേക്ക് വോട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷ അങ്ങേക്കും അതിനോടൊപ്പം തന്നെ UDF സംവിധാനത്തിനും ഉണ്ടാകുമല്ലോ. പക്ഷേ പാർട്ടി സെക്രട്ടറി പറയുന്ന ഒരൊറ്റ വോട്ട് അങ്ങനെ കിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം വലിയ ആളാണ്. അദ്ദേഹത്തിനോട് മറുപടി പറയാൻ ഞാനല്ല ആളല്ല. അവർ സ്വാഭാവികമായിട്ടും അദ്ദേഹം എൻ്റെയും കൂടി നേതാവായിരുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ തയ്യാറല്ല. ഇടത് വോട്ട് കിട്ടും, എനിക്ക് മറുപടി പറയാമല്ലോ. അല്ല, ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് എന്നോട് സംസാരിച്ചത്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയേണ്ടത് പറയും.
ശരി. ഈ പോകുന്നവരെ എല്ലാവരെയും ഒന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് കൂടി പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ടല്ലോ. നോക്കൂ, ഇടതുപക്ഷം നിലനിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് അങ്ങ്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങ് രാഷ്ട്രീയ ജീവിതം തുടരുന്നത് എന്നങ്ങ് പറയുന്നു. പക്ഷേ വിയോജിപ്പുകളുണ്ട്. ഇപ്പോൾ പ്രേംകുമാർ അടക്കമുള്ളവർ ഇടതുപക്ഷത്ത് നിന്ന് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പലരും, ഇപ്പോൾ ജയൻ ചേർത്തല ശരിയാണ്, ഇടതിൻ്റെ അത്ര വളരെ സജീവമായിരുന്ന ഒരു പ്രവർത്തകനല്ല, എന്നിരുന്നാൽ പോലും ചില മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആളുകൾ ഇടതുപക്ഷത്ത് നിന്ന് മാറാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ കേരള സമൂഹത്തിന് ഈ പാർട്ടി ആവശ്യമുണ്ട്. ഇടതുപക്ഷമല്ലാതാവുന്ന ഒരു ധാരയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും അതിന് ഉദാഹരണങ്ങളാണ്. അത് ഓരോ സംഭവങ്ങളും ഞാൻ ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ എടുത്തു പറയുന്നില്ല. ആ ഇടതുപക്ഷ മൂല്യങ്ങൾ തകരാതിരിക്കാൻ കുറേ ആളുകൾ കൂടി കെട്ടിപ്പടുത്ത, ആയിരക്കണക്കിന് ആളുകൾ കൂടി കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിൽ കൂടുതലുള്ളത്. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അസംതൃപ്തിയുണ്ട്. കേരളത്തിലാകെ അസംതൃപ്തരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം, ആയിരക്കണക്കിന് ആളുകളുടെ ഒരു കൂട്ടം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂല്യച്യുതിക്കെതിരായിട്ടുള്ള പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും. പാർട്ടി സംവിധാനത്തിനുള്ളിൽ അസംതൃപ്തരാകുന്ന ആളുകൾക്ക് കൃത്യമായ ഇടമാണ് കോൺഗ്രസ് എന്നങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഇത്രയേറെ ഈ അസംതൃപ്തിയുടെ കാരണം തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടു, തെരഞ്ഞെടുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ പടലപ്പിണക്കങ്ങളും പാളയത്തിലെ പടകളും കോൺഗ്രസിൽ ഉണ്ടാകാറുള്ളത്. അങ്ങനെയുള്ളവർക്ക് കോൺഗ്രസിന്റെയും UDF-ന്റെയും പാളയം അത്ര സുഗമമാകുമോ? ഞാൻ സൂചിപ്പിച്ചു, കോൺഗ്രസിൽ ഞാൻ ചേരുന്നില്ല. അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇടതുപക്ഷ മനസ്സോടുകൂടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത്, നാളെയും അങ്ങനെ ആയിരിക്കും. ശരി, അതുകൊണ്ട് ഒരു കൂടുമാറ്റം എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യത്തെ അങ്ങ് അഭിസംബോധന ചെയ്യാൻ തയ്യാറുമല്ല. നോക്കൂ, ഒരൊറ്റ കാര്യം കൂടി, ശ്രീ സുരേഷ്, ഈ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ അങ്ങ് നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഊഴം പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ളൊരൊറ്റ വാശി കൊണ്ട് ചലിക്കുന്നൊരു സംഘടനാ സംവിധാനം ഇടതുപക്ഷത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ മണിശങ്കർ അയ്യർ അടക്കം നടത്തിയ പരാമർശങ്ങൾ അത് UDF-ന് എതിരുമാണ്. കേരള രാഷ്ട്രീയം ഏത് ഗതിക്ക് ഈ നിയമസഭയിൽ വിധിയെഴുതുമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, അത്ര വലിയ വലിയ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ മൂല്യച്യുതിക്കെതിരായിട്ടുള്ള സംഗതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാം ഭരണത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അത്ര വലിയ ആളല്ല ഞാൻ. ശരി, വളരെയധികം നന്ദി ശ്രീ സുരേഷ് ഞങ്ങളോട് സംസാരിച്ചതിന്.